ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മത്സ്യകൃഷി നടത്തി വിജയത്തിലെത്തിയിരിക്കുകയാണ് കണ്ണൂരിലെ പടിയൂർ സ്വദേശിനി ശ്രീരേഖ അനിൽ. ഉയർന്ന ശമ്പളം ലഭിച്ചിരുന്ന ജോലി ഉപേക്ഷിച്ചാണ് ശ്രീരേഖ മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങിയത്. മനസ്സംതൃപ്തിയും മികച്ച വരുമാനവും ഇതിലൂടെ ലഭിക്കുന്നുണ്ടെന്ന് ശ്രീരേഖ പറയുന്നു. മത്സ്യകൃഷിയിൽ പൊന്നുവിളയിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ പടിയൂർ സ്വദേശിനിയായ ശ്രീരേഖ അനിൽ. നൂതന മത്സ്യകൃഷിയായ ബയോഫ്ലോക്ക് രീതിയിലാണ് ശ്രീരേഖ കൃഷി നടത്തുന്നത്. ലക്ഷങ്ങൾ വരുമാനം ലഭിച്ചിരുന്ന ജോലികൾ വേണ്ടെന്ന് വച്ചാണ് ശ്രീരേഖ മത്സ്യകൃഷിയിലേക്ക് തിരിഞ്ഞത്. ബംഗളൂരുവിലും വിദേശത്തും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിരുന്ന ശ്രീരേഖ നാട്ടിൽ കോളേജ് അധ്യാപികയായും ജോലി നോക്കിയിട്ടുണ്ട്. കൃഷിയായാലും വിദ്യാഭ്യാസമായാലും ഹൈടെക് ആയിരിക്കണമെന്ന കാര്യത്തിൽ ശ്രീരേഖയ്ക്ക് നിർബന്ധമുണ്ട്. എന്നാൽ ഇതൊന്നും ഇവർക്ക് ജോലിയായി തോന്നുന്നില്ല എന്നതാണ് വാസ്തവം. എന്തെങ്കിലും ഫാം തുടങ്ങണം എന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സമയത്താണ് കൊറോണേൻ്റെ ടൈമിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാമെന്നുള്ള ഇതിൻ്റെ പുറത്ത് അങ്ങനെ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും പുറത്തൊന്നും പോകാൻ പറ്റില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഇനി ഇഷ്ടമുള്ളൊരു കാര്യം, ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു മീൻ വളർത്തുക എന്നുള്ളത്. പണ്ട് മുതലേ പറയുന്ന എന്തെങ്കിലും ഒരു ഫാം വീട്ടിൽ വേണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള ആ സമയവും എല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ അങ്ങനെ തുടങ്ങിയത്. ബയോഫ്ലോക്ക് മത്സ്യകൃഷിയിൽ ടാങ്കിലെ വെള്ളം മാറ്റേണ്ടതില്ല എന്നതാണ് പ്രത്യേകത. ബാക്ടീരിയകൾ, പായലുകൾ, പ്ലാങ്ടനുകൾ എന്നീ സൂക്ഷ്മ ജലജീവികളുടെ സാന്നിധ്യം വെള്ളത്തിൽ കൃത്രിമമായി ഉറപ്പുവരുത്തും. ഈ ജീവികളെ മത്സ്യങ്ങൾ ഭക്ഷണമാക്കും. അതേപോലെ മത്സ്യങ്ങളുടെ വിസർജ്യം ഈ സൂക്ഷ്മജീവികളും ഭക്ഷണമാക്കും. ശാസ്ത്രീയമായ ഈ രീതി സ്വീകരിക്കുമ്പോൾ മായം ചേരാത്ത ശുദ്ധജല മത്സ്യം ലഭിക്കും എന്നതാണ് ഗുണം. ജലത്തിൽ സൂക്ഷ്മജീവികളുടെ ആവാസ വ്യവസ്ഥ ഉറപ്പുവരുത്താൻ എല്ലാ ദിവസവും 5 തരം ലാബ് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. തടസ്സമില്ലാതെ വൈദ്യുതിയും ഉറപ്പുവരുത്തുന്നു. 70% തീറ്റ സ്വാഭാവികമായി ലഭിക്കുമ്പോൾ 30% തീറ്റ മാത്രമാണ് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത്. ആദ്യമെല്ലാം നാട്ടിലെ ആൾക്കാർ വാങ്ങുമായിരുന്നു. ഇപ്പം നാട്ടിലെ ആൾക്കാർ അങ്ങനെ വാങ്ങുന്നില്ല. അധികം പുറത്തുനിന്നുള്ള അത് കണ്ണൂർ ടൗണിൽ നിന്ന് പോലും വന്നിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ചിലവർ 10 കിലോ 20 കിലോ എല്ലാം വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. 23,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന 5 ടാങ്കുകളായാണ് വീട്ടുമുറ്റത്ത് മത്സ്യം വളർത്തുന്നത്. ഒരു ടാങ്കിൽ 1200 മത്സ്യങ്ങളെയാണ് വളർത്തുന്നത്. ഫിലോപ്പിയ, അസംവാള, ചിത്രലാട തുടങ്ങിയ മത്സ്യങ്ങളാണുള്ളത്. ഒരു മത്സ്യത്തിന് 300 ഗ്രാം വരെ തൂക്കം വരും. 4 മാസം കൊണ്ട് വിളവെടുക്കാം. കിലോയ്ക്ക് 200 രൂപ നിരക്കിൽ ഇവിടെ എപ്പോഴും മത്സ്യം ലഭിക്കുന്നതിനാൽ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ മത്സ്യം മേടിക്കാൻ ഇവിടെ എത്തുന്നു. നേരത്തെ തന്നെ കൃഷിയോട് താല്പര്യമുണ്ടായിരുന്നെന്നും ഭർത്താവിൻ്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ ജോലി രാജിവെച്ച് ഈ രംഗത്തേക്ക് ഇറങ്ങിയായിരുന്നുവെന്നും ശ്രീരേഖ പറയുന്നു. ഇപ്പോൾ മത്സ്യകൃഷിയിൽ നിന്ന് മികച്ച വരുമാനം ലഭിക്കുന്നുണ്ട്. ഒരു ടാങ്കിന് ഏകദേശം 1 ലക്ഷം രൂപയോളം മുതൽ മുടക്കുന്നുണ്ട്. ആദ്യം ഞങ്ങൾക്ക് വരുമാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 4 വർഷമായി ഞങ്ങൾ തുടങ്ങിയിട്ട്, 2020 തുടങ്ങിയതാണ്. ഇപ്പം ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഗവൺമെൻറ്റിൽ നിന്ന് സബ്സിഡി കിട്ടിയിട്ടുണ്ട്. പിന്നെ സുഭിക്ഷ കേരളത്തിൻ്റെ അതിൻ്റെ അകത്തുനിന്ന് 3 ടാങ്കിന് ഞങ്ങൾക്ക് അപ്രൂവൽ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് ഏകദേശം ഒരു 20,000 രൂപയോളം ലാഭം കിട്ടുന്നുണ്ട് ഒരു ടാങ്കിൽ നിന്ന്. ഒരു മാസം അല്ലല്ല, ഒരു കൾച്ചറിന്. US ഹൂസ്റ്റൺ നബേഴ്സ് ഡ്രില്ലിംഗ് കമ്പനിയിൽ ഡിസൈനറായ KV അനിൽകുമാറാണ് ശ്രീരേഖയുടെ ഭർത്താവ്. അമ്മയ്ക്കൊപ്പം കൃഷിയുടെ ആദ്യപാഠം പഠിക്കാൻ മക്കളായ അനിരുദ്ധും ആർജിത്തും അർപ്പിതും ഒപ്പമുണ്ട്. അമൃത ന്യൂസ്, കണ്ണൂർ.